ഓക്കെ, നമുക്ക് നമ്മുടെ അനാലിസിസിലേക്ക് വരാം. ഇന്ന് ഇൻഡെക്സ് ലെവൽസും അതുപോലെ തന്നെ സ്ട്രൈക്ക് ലെവൽസും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്ട്രൈക്ക് ലെവൽസിലേക്ക് വരാം. സ്ട്രൈക്ക് ലെവൽസ് നോക്കുക. നമുക്കിന്ന് പെർഫോമൻസ് ഉണ്ടായിരുന്നത് നോക്കി ആദ്യത്തെ 15 മിനിറ്റ്സിലൊന്നും നമുക്ക് യാതൊരുവിധ റേഞ്ചുകളും മനസ്സിലാകുന്നില്ല. കാരണം യാതൊരുവിധ മൂവ്മെൻറ്റും ഇല്ല. ബോൾ ലൈൻസിനുള്ളിൽ തന്നെയാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് റേഞ്ച് വരുന്നത് ഈ ഒരു റെഡ് പോയിൻറ്റ്സ് കാണിച്ചിരിക്കുന്നത് നോക്കുക. എത്രാമത്തെ ക്യാൻഡിലാണെന്ന് നോക്കിയാൽ 1 2 3 4 5 6 7 8 ക്യാൻഡിലിൽ നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയുടെ 8 ക്യാൻഡിൽ പോയിട്ട് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഒരേ ഇൻഡെക്സിൽ തന്നെ 3 കൺഫേം ചെയ്യുന്ന സിറ്റുവേഷൻസ് നമുക്ക് വന്നില്ല. നമുക്ക് പല ഇൻഡെക്സുകൾ തന്നെ നോക്കണം. 8ാമത്തെ ക്യാൻഡിൽ സി പൊസിഷൻ പോയി ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. ഇതേ സമയം നിഫ്റ്റിയുടെയും 8ാമത്തെ ക്യാൻഡിൽ ബോൾ ലൈൻസിന് അടുത്താണെന്നേ ഉള്ളൂ കേട്ടോ. ബോൾ ലൈൻസിനെ ടച്ച് ചെയ്തിട്ടില്ല, അടുത്താണ്. ഒരെണ്ണം കൂടി ടച്ച് ചെയ്യണ്ട, രണ്ടെണ്ണം ടച്ച് ചെയ്ത് ഒരെണ്ണം ജസ്റ്റ് ടച്ചിങ്ങിൽ നിൽക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഫിൻ നിഫ്റ്റി നോക്കുക. ഫിൻ നിഫ്റ്റിയുടെ 8ാമത്തെ ക്യാൻഡിൽ പോയിട്ട് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. കണ്ടോ, സി പൊസിഷൻ ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിൻ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും 8ാമത്തെ ക്യാൻഡിൽ ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു. ദെൻ നിഫ്റ്റിയുടേത് എന്താണ്, ജസ്റ്റ് ടച്ചിങ്ങിൽ മാത്രം നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ അവിടെ ഒരു നമുക്ക് സി ഇടിയും എന്നുള്ളൊരു പൊസിഷൻ കിട്ടുന്നു. നമുക്ക് പി ട്രെൻഡിലേക്ക് പോവാം. ഓക്കെ, ഞാൻ നോക്കിക്കേ. ഇതാണ് 8ാമത്തെ ക്യാൻഡിൽ. ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. തൊട്ട് 9th ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുക്കുന്നു. ആ 9th ക്യാൻഡിൽ കുറച്ച് നേരം കൺസോൾഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നല്ല രീതിയിലുള്ള പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതൊരു 25 രൂപയ്ക്കും താഴെയാണത്. അത് 75 രൂപയോളം പോയിട്ടുണ്ട്. 100% എബോ, അതായത് 200%ഓളം റിട്ടേൺ അത് ഒരൊറ്റ ട്രേഡ് തന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി വരുന്നത് ഇവിടെ നോക്കുക. ബാക്കിൽ നിന്ന്, അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള 8th ക്യാൻഡിലാണ് ഈ പറഞ്ഞത്. ഇനി ബാക്കിൽ നിന്ന് 1 2 3 4 5 6 7 8 ബാക്കിൽ നിന്നും 8ാമത്തെ ക്യാൻഡിൽ നമ്മളുടെ പി പൊസിഷൻ കയറി വന്ന് നമ്മുടെ ഫസ്റ്റ് ലൈനിനെ കണ്ടോ. ഇത് ഫസ്റ്റ് ലൈൻ, ഇത് സെക്കൻഡ് ലൈനാണ്. ഫസ്റ്റ് ലൈനിനെ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറെ 2 കൂടി ഇതുപോലെ ടച്ച് ചെയ്യണം. പിന്നെ നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ നോക്കുമ്പോൾ വേറെ ഒന്നും അതുപോലെ 8ാമത്തെ ക്യാൻഡിൽ ഫസ്റ്റ് ലൈനിനെ ടച്ച് ചെയ്യുന്നില്ല. അടുത്ത നിഫ്റ്റിയിലേക്ക് നോക്കാം. നിഫ്റ്റി ഇതേ സമയം ഫസ്റ്റ് ലൈനിനെ ഒന്നും തന്നെ ടച്ച് ചെയ്യുന്നില്ല. ദെൻ ഫിൻ നിഫ്റ്റിയിൽ നോക്കാം. ഫിൻ നിഫ്റ്റി ഇതേ സമയം 8ാമത്തെ ക്യാൻഡിൽ കണ്ടോ, പി പൊസിഷൻ പോയിട്ട് 8ാമത്തെ ക്യാൻഡിൽ പോയിട്ട് ഇവിടെ ഫസ്റ്റ് ലൈനിനെ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ഫിൻ നിഫ്റ്റിയുടെ തന്നെ ദെൻ നോക്കുക. സി പൊസിഷൻ ഇറങ്ങി വന്ന് 8ാമത്തെ ക്യാൻഡിൽ, ബാക്കിൽ നിന്നുള്ള 8ാമത്തെ ക്യാൻഡിൽ വന്ന് ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിനി ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണല്ലോ സംഭവിക്കുക. 3 കൺഫേംഡ് ആയ അപ്പോൾ ഓപ്പോസിറ്റ് റിയാക്ഷൻ സംഭവിക്കും. ഒരു സി പൊസിഷൻ ബാക്കിൽ നിന്ന് 8ാമത്തെ ക്യാൻഡിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സി പൊസിഷൻ എടുക്കാം. കുറച്ച് നേരം കൺസോൾഡേറ്റ് ചെയ്തിട്ട് 8ാമത്തെ ക്യാൻഡിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. 9th ക്യാൻഡിൽ നമ്മൾ സി പൊസിഷൻ എടുത്താലും ഇതെന്തായിട്ടുണ്ട്, കുറച്ച് നേരം കൺസോൾഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് അടുത്ത ക്യാൻഡിൽ നമുക്ക് കിട്ടില്ല റിട്ടേൺ. അതിൻ്റെ അടുത്ത ക്യാൻഡിൽ തൊട്ടാണ് ആ റിട്ടേൺ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ അത് കൺസോൾഡേറ്റ് ചെയ്ത് ലോസ് കാണിച്ചേക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അങ്ങനെ 2 പൊസിഷനായി. അതിനുശേഷം നമുക്കൊരു പൊസിഷൻ വരുന്നത് ഫിൻ നിഫ്റ്റിയിൽ തന്നെ നമ്മളിപ്പോൾ 8ാമത്തെ ക്യാൻഡിൽ പറഞ്ഞില്ലേ, 8ാമത്തെ ക്യാൻഡിൽ ഒറിജിനലി അത് കുറച്ച് നേരം കൺസോൾഡേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബാക്കിൽ നിന്നുള്ള 6ാമത്തെ ക്യാൻഡിലാണ് ഇതേ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നോക്കിക്കേ. 6ാമത്തെ ക്യാൻഡിൽ ഇറങ്ങി വന്നിട്ട് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. സി പൊസിഷൻ ഇറങ്ങി വന്ന്, അതായത് ഇവിടുന്ന് ഒരു സി പൊസിഷൻ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ അടുത്തൊരു ക്യാൻഡിൽ നെഗറ്റീവ് ക്യാൻഡിലായി. അതിനുശേഷം വീണ്ടും അതേ പൊസിഷനിൽ തന്നെ നിൽക്കുകയാണ്, ബോൾ ലൈനിനെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഫിൻ നിഫ്റ്റിയിൽ തന്നെ അതേസമയം ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നില്ല. സി പൊസിഷനോ പി പൊസിഷനോ ഒന്നും ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നില്ല. നമുക്ക് നിഫ്റ്റിയിലേക്ക് നോക്കാം. നിഫ്റ്റിയും അതേസമയം സി പൊസിഷൻ കണ്ട പച്ച കാണിച്ചിരിക്കുന്നത് നോക്കുക, ഗ്രീൻ ഡോട്ടർ കാണിച്ചിരിക്കുന്നത് നോക്കുക. നമുക്ക് വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇറങ്ങി വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്തിരിക്കുക സി പൊസിഷൻ. പി പൊസിഷൻ ആണെങ്കിൽ ദെൻ ബാങ്ക് നിഫ്റ്റിയിൽ അതൊന്നും കാണിക്കുന്നില്ല. ദെൻ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലില്ല, ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടില്ല. നിഫ്റ്റിയിലാണ്. ദെൻ നോക്കിക്കോ, താഴത്ത് വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേ പി പൊസിഷൻ നോക്കിയോ, പി പൊസിഷൻ കയറി വന്ന് ബോൾ ലൈനിലാണ് നിൽക്കുന്നത്. ബോൾ ലൈനിന് മുകളിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് താഴത്തുനിന്ന് അത് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് മുകളിലേക്ക് അങ്ങനെ കയറിയിട്ടില്ല. താഴെ തന്നെ അത് കൺസോൾഡേറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അത് താഴത്തെ ലൈൻസ് തന്നെയാണ്. അപ്പോൾ നോക്കിക്കോളാം,
നമുക്ക് അവിടെയും എന്ത് ചെയ്യാം PEDയും എന്നുള്ളൊരു കൺഫർമേഷൻ കൊടുക്കാം. അപ്പോൾ അങ്ങനെ 3 ട്രേഡുകളാണ് ഉണ്ടായിരുന്നത്. നല്ല റിട്ടേൺസ് ആ 3 ട്രേഡുകളിൽ ഉണ്ട്. നല്ല രീതിയിൽ ഇത് കൺസോളിഡേറ്റും ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ട്രേഡ് ചെയ്യാനായിട്ട് അത്ര ആക്യുറസി ഉള്ള ഡേ അല്ല. ആക്യുറസി ഉണ്ട്, നമ്മളുടെ സ്ട്രൈക്ക് ലെവൽസ് പ്രകാരം ആക്യുറേറ്റ് ആയിട്ടുള്ള 3 ട്രേഡുകൾ വരുന്നുണ്ട്. ആ ട്രേഡുകളിൽ നമുക്ക് ആക്യുറസി കിട്ടുന്നുണ്ട്. പക്ഷേ കൂടുതലും ഇതൊരു കൺസോളിഡേറ്റഡ് ഡേ ആണ്. കാരണം ഒരു ഗ്രീൻ ക്യാൻഡിൽ, റെഡ് ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ, റെഡ് ക്യാൻഡിൽ, ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് ലോസ് ഉണ്ടാക്കാതെ ട്രേഡ് ചെയ്യാൻ പറ്റും. എന്ത് നമ്മുടെ സ്ട്രൈക്ക് ലെവൽസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇൻഡെക്സ് നോക്കി നമുക്ക് ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് നമ്മൾ ആദ്യം മറ്റേ റെഡ് കാണിച്ചില്ലേ, അതായത് ബോൾ ലൈൻ ടച്ച് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ബാങ്ക് നിഫ്റ്റി പറയുകയാണ് ബോൾ ലൈൻ ടച്ച് ചെയ്തു, ഇനി CEDയും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഇൻഡെക്സും അതേസമയം ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ടോ നോക്കാം. എന്താ ഫ്രണ്ടിൽ നിന്നുള്ള 8ാമത്തെ ക്യാൻഡിൽ നമ്മളുടെ ഈ ഇൻഡെക്സിലൊന്നും ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടില്ല. നിഫ്റ്റി ജസ്റ്റ് ബോൾ ലൈനിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നിങ്ങൾ സെൻസെക്സ് നോക്കിയേ, സെൻസെക്സ് 8ാമത്തെ ക്യാൻഡിൽ ബോൾ ലൈനിലാണ് നിൽക്കുന്നത് കണ്ടോ, റെഡ് കാണിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ സെൻസെക്സ് പ്രകാരം ഇത് ബോൾ ലൈനാണ്. ഇൻഡെക്സ് നമ്മുടെ സ്ട്രൈക്ക് ലെവൽസ് പ്രകാരം ബോൾ ലൈൻ കിട്ടിയപ്പോൾ നമുക്കത് കൺഫേം ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഒന്നും കൂടി കൺഫേം ചെയ്യുന്നത്. ഇനി നമ്മൾ പച്ച നോക്കിയില്ലേ, മാർക്ക് ചെയ്തേക്കുന്നത് കണ്ടോ, അതായത് ഇറങ്ങി പൊസിഷൻ ഇറങ്ങി വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്യിക്കുക. അപ്പോൾ ഇനി കയറുമെന്നാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഏതെങ്കിലും ഇൻഡെക്സ് അത് കൺഫേം ചെയ്യുന്നുണ്ടോ നോക്കിക്കേ. ദെൻ ബാങ്ക് നിഫ്റ്റി നോക്കിയേ, ബാങ്ക് നിഫ്റ്റി അതേസമയം ബാക്കിൽ നിന്നുള്ള 6th ക്യാൻഡിൽ എന്ന് പറയുന്നത് നമ്മളുടെ ബോൾ ലൈനിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റി പ്രകാരം ഇത് മുകളിലേക്ക് മൂവ് ചെയ്യും എന്നുള്ളത് ബാങ്ക് നിഫ്റ്റി കൺഫേം ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഇൻഡെക്സ് കൺഫേം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇൻഡെക്സ് കൺഫേം ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതും കൂടെ കൺഫേംഡ് ആണെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടി ട്രേഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് കൺഫർമേഷൻ കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ട്രേഡ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ട്രൈക്ക് ലെവൽസ് പെയ്ഡ് ആണ്. അത് വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കോൺടാക്ട് ചെയ്യുക. ഇൻഡെക്സ് ലെവൽസ് ഫ്രീ ആണ്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ജോയിൻ ചെയ്യാം. ഓക്കെ.